ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ 3 ഉള്ള ആണ്ടുവട്ടത്തിലെ 31 ചൊവ്വാഴ്ചയിലാണ് ആയിരിക്കുന്നത്. നമ്മളിന്ന് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് തന്നെ ഒരു ചെറിയ ചിന്ത കൂടി പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതൊരു യഥാർത്ഥത്തിൽ ബിബ്ലിക്കലായൊരു ബേസ് അതിനുണ്ടോ, അല്ലെങ്കിൽ തിരുവചന സംബന്ധമായൊരു അടിത്തറ ഈ പഠനത്തിനുണ്ടോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏറെ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവ സമയത്ത്, പ്രൊട്ടസ്റ്റൻ്റ് മുന്നേറ്റ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് കടന്നു വരുന്നത്. മാർട്ടിൻ ലൂതറിൻ്റെ ട്രീറ്റീസ്, അദ്ദേഹം എഴുതി വെച്ച കുറേ ലിഖിതങ്ങളുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ് പർഗറ്ററി അഥവാ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയപ്പെടുന്നത്. ദണ്ഡവിമോചനമായിരുന്നു ഒരു പ്രധാന വിഷയം എന്ന് നമുക്കറിയാം. ചരിത്രം വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻ്റലിജൻസ് അഥവാ ദണ്ഡവിമോചനം. അപ്പോൾ ഈ ദണ്ഡവിമോചനം വളരെ പ്രധാനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ശുദ്ധീകരണ സ്ഥലവുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇത് വലിയ ഒരു ചോദ്യമായിട്ട് കടന്നു വരികയും ചെയ്തു. അങ്ങനെ വിശ്വാസികളുടെ ഹൃദയത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ചോദ്യങ്ങൾ കൊണ്ട് സാധിച്ചു. പക്ഷെ പിൽക്കാലത്ത് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിനെതിരായി വളരെ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ച ഒരു വലിയ ആധ്യാത്മിക ഗുരുവാണ് മെത്രാനായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. നമുക്കറിയാം, ഡോൺ ബോസ്കോയുടെ ഇഷ്ട വിശുദ്ധൻ. സാലേഷ്യൻ സഭ അദ്ദേഹം തുടങ്ങുന്നത് ഈ സാലസ് പുണ്യവാനുള്ള സ്നേഹത്തിൻ്റെയൊക്കെ അടയാളമായിട്ടാണ്. ഫ്രാൻസിസ് സാലസ് എന്ന് പറയപ്പെടുന്ന വലിയൊരു ആത്മീയ ഗുരു, ഒരു കാലഘട്ടത്തിൻ്റെ വലിയൊരു ആത്മീയ ഗുരുവാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ഒക്കെ നമുക്ക് ഇന്നും ലഭ്യമാണ്. ഭക്തിമാർഗ പ്രവേശിക എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പുസ്തകം ഇന്നും മലയാളത്തിൽ നമുക്ക് കിട്ടുന്നൊരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ പാണ്ഡിത്യം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആത്മീയ ഉപദേശങ്ങളുടെ സമ്പന്നത നമുക്ക് ആ പുസ്തകത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. എന്താണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്ട് 70,000-ഓളം പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലേക്ക് പോയ ക്രൈസ്തവരെ തിരികെ കൊണ്ടുവന്നു, മാനസാന്തരപ്പെടുത്തി തിരികെ കൊണ്ടുവരാനായിട്ട് സാധിച്ച ഒരു വലിയ വിശുദ്ധൻ. പ്രൊട്ടസ്റ്റൻ്റ് കത്തോലിക്ക സഭ വിട്ട് പ്രൊട്ടസ്റ്റൻ്റ് സഭയിലേക്ക് പോയി ആ വിഭാഗത്തിലായിരുന്ന 70,000-ഓളം മനുഷ്യരെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചെന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ടും അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായ പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശുദ്ധീകരണത്തെ സ്ഥലത്തെ സംബന്ധിക്കുന്ന വേദഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ. പർഗേറ്ററി എന്ന വാക്കാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിന് വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഈ പർഗേറ്ററി എന്ന് പറയപ്പെടുന്ന വാക്ക് കടന്നു വരുന്നത് പെർഗാരെ എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണ്. ടു പേർജ് അഥവാ ടു പ്യൂരിഫൈ, ശുദ്ധീകരണം എന്ന് പറയപ്പെടുന്ന, ശുദ്ധീകരിക്കുക എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണ് പർഗേറ്ററി എന്ന വാക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടും മലയാളത്തിലേക്ക് ശുദ്ധീകരണ സ്ഥലമെന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പ്രകാരം പറയുന്നതനുസരിച്ച് പ്രൊട്ടസ്റ്റൻ്റ് അംഗീകരിക്കുന്ന, കത്തോലിക്ക വിശ്വാസികൾക്കും അംഗീകരിക്കുന്ന പൊതുവായൊരു പഠനമുണ്ട്. അതായത് ദ ബെസ്റ്റ് ആൻഡ് ദ പർഗറ്ററി ഈസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തമാണ് ഏറ്റവും ശക്തമായ ശുദ്ധീകരണ സ്ഥലം. ആ രക്തം കൊണ്ടാണ് ഒരാൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. അത് അംഗീകരിക്കപ്പെടുന്നൊരു വസ്തുതയാണ്, ബൈബിൾ പറയുന്നൊരു വസ്തുതയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ശുദ്ധീകരണ അവസ്ഥ എന്ന് പറയപ്പെടുന്നൊരു അവസ്ഥയുണ്ട്. സ്വർഗപ്രാപ്തിക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്നും പാപത്തോടുകൂടി മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതിന് വ്യക്തമായിട്ടും ഉള്ളൊരു ഏറ്റവും സുന്ദരമായ പഠന ഭാഗം അല്ലെങ്കിൽ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള ഭാഗം എന്ന് പറയപ്പെടുന്നത് 2 മക്കബായർ 12-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള ഭാഗമാണ്. മക്കബായ വിപ്ലവത്തിന് ശേഷം ജൂദസ് മക്കബയൂസ് വിപ്ലവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്കായിട്ട്, അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് ദ്രാഗ്മ കളക്ട് ചെയ്ത്, നാണയങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ബലിയർപ്പിച്ചവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയപ്പെടുന്നു. അത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വേദഗ്രന്ഥ പാഠം എന്ന് പറയപ്പെടുന്നത്. പിന്നീട് ഫ്രാൻസിസ് ഡി സാലസ് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: 66-ാം സങ്കീർത്തനത്തിലെ 12-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മതിക്കുവാൻ അങ്ങ് ഇടയാക്കി,
ഞങ്ങൾ തീരം വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഈ 66-ാം സങ്കീർത്തനത്തിൽ പലയിടത്തും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വീണ്ടും അദ്ദേഹം പറയുന്ന മറ്റൊരു വചനഭാഗം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിലെ 4-ാം വാക്യമാണ്. അത് പ്രകാരമാണ്: ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിൻ്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ എന്ന് പറഞ്ഞൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തീക്കാറ്റയച്ചുള്ളൊരു ശുദ്ധീകരണം, അത് രക്തക്കറ മാറ്റിക്കളയാനുള്ള ശുദ്ധീകരണമാണ്. അത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് വ്യക്തമായിട്ടും ഫ്രാൻസിസ് ടി സാലസ് പുണ്യവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും സുന്ദരമായിട്ട് അദ്ദേഹം പറയുന്നൊരു ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യമാണ്. അത് സഹോദരനെതിരെ കോപിക്കുന്നവനെ സംബന്ധിക്കുന്ന സുവിശേഷ ഭാഗമാണ്. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അതായത് നീ വഴിയിൽ വെച്ച് തന്നെ നിന്റെ സഹോദരനുമായി വഴക്കായിരിക്കുന്ന സഹോദരനുമായിട്ട് രമ്യതപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് പറയുന്നത്. നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്ത് വീട്ടുപോളം നീ അവിടെ നിന്നും പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു തീരാതെ പുറത്തു വരാൻ പറ്റാത്തൊരു കാരാഗ്രഹം, അതാണ് ശുദ്ധീകരണ സ്ഥലം. അതായത് ഏറ്റവും ചെറിയ പാപത്തിന് പോലും പരിഹാരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവസാനത്തെ ചില്ലിക്കാശ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്. അങ്ങനെ പരിഹാരം ചെയ്യുമ്പോൾ മാത്രം പുറത്ത് കടക്കാൻ സാധിക്കുന്ന ഒരിടത്തിൻ്റെ പേരാണ് ആ ഒരു കാരാഗ്രഹം എന്ന് സൂചിപ്പിക്കപ്പെടുന്ന ഇടത്തിൻ്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലം. അപ്പോൾ അങ്ങനെ അവസാനത്തെ ചില്ലിക്കാശ്, അവസാനത്തെ പേയ്മെൻറ്റ് അതും കൊടുത്തു തീർക്കണം. അപ്പോഴാണ് നമുക്ക് ആ ശുദ്ധീകരണം പൂർത്തീകരിക്കപ്പെടുന്നതും സ്വർഗത്തിന് നമ്മൾ അർഹരാക്കി തീരുന്നതും. അപ്പോൾ നമ്മളിങ്ങനെ സ്വർഗത്തിന് അർഹരാക്കി തീരുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഏറ്റവും യോഗ്യമായ അവസ്ഥ, ആത്മാവിൻ്റെ അവസ്ഥ കഴുകിക്കളയപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിന് ഏറ്റവും യോഗ്യമായ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോകും. അതാണ് ശുദ്ധീകരണ സ്ഥലത്തിന് അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടിക്കൊണ്ടുള്ള ശുദ്ധീകരണം എന്ന് പറയപ്പെടും. നമ്മൾ 5-ാമതായിട്ട് ഒരു വാക്യം കൂടി അനേകം വാക്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വാക്യം കൂടി നമ്മൾ കാണാം. ഇന്ന് ഈ ചിന്തകളിലേക്ക് കടന്നു വരാൻ തന്നെ കാരണം ഈ വാക്യമാണ്. കാരണം ഇന്നത്തെ ആണ്ടുവട്ടം 31-ാമത്തെ ചൊവ്വാഴ്ചയിലെ 1-ാം വായന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ 2-ാം അധ്യായത്തിലെ 10-ാം വാക്യം നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്. ഫ്രാൻസിസ് ടി സാലസ് പുണ്യവാൻ നമുക്ക് വേണ്ടി ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും. 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ 3 ഇടങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും. 11-ാം വാക്യം: യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ 3 ഇടങ്ങളെക്കുറിച്ച് പറയുക. അത് യഥാർത്ഥത്തിൽ സാധാരണ ദൈവശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രന്മാരൊക്കെ ഇതിനെ നരകം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നാശത്തിൻ്റെ അവസ്ഥ, നരകം എന്ന് പറയുന്ന കാര്യം എന്നതിനേക്കാൾ നാശത്തിൻ്റെ അവസ്ഥ അതിലായിരിക്കുന്നു. അവനാണ് അണ്ടർ ദി എർത്ത് എന്ന ഇംഗ്ലീഷ് ബൈബിളിൽ സൂചിപ്പിക്കുന്ന പാതാളം എന്ന് പറയപ്പെടുന്ന ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഫ്രാൻസിസ് ടി സാലസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ നരകത്തിൽ പോയവൻ ദൈവത്തെ സ്തുതിക്കുകയോ മഹത്വപ്പെടുത്തുകയോ നന്ദി പറയുകയോ ചെയ്യുന്നൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവൻ ആ ശിക്ഷയിൽ കിടന്ന് ഇനി ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടന്നിട്ട് ദൈവത്തെ പഴിക്കാനേ സാധ്യതയുള്ളൂ. മാത്രമല്ല, ആ നരകം സാത്താൻ്റെ ആധിപത്യത്തിലുള്ള ഇടമാണ്. സാത്താനും അവിടെ ദൈവത്തിന് എതിരായിട്ടുള്ള നിന്ദാവചനങ്ങൾ മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ. ദൈവത്തെ സ്തുതിക്കുന്നൊരു കാര്യം അവിടെ സംഭവിക്കത്തില്ല. അപ്പോൾ ഈ പാതാളം
സകല മുട്ടുകളും മടക്കപ്പെടുന്ന ഒരിടത്തിൻ്റെ ഭാഗമായി തീരുന്ന പാതാളം എന്ന് പറയപ്പെടുന്നത് ശുദ്ധീകരണ സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വാക്യം വളരെ വ്യക്തമായിട്ട് ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിനും ഭൂമിയിലും പാതാളത്തിനുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഇവിടെ പാതാളമെന്ന് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ നരകത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല, അത് ശുദ്ധീകരണ സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സ്വർഗം, ഭൂമി, പാതാളം. അപ്പോൾ അവിടെ അവർ മുട്ടുമടക്കി ക്രിസ്തുവിനെ ആരാധിക്കുന്നു. തീർച്ചയായും അത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. നരകത്തിലാണെങ്കിൽ അത് സംഭവിക്കുകയില്ല. എന്നിട്ട് തൊട്ടടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്ന ഒരിടം അത് ശുദ്ധീകരണ സ്ഥലമാണ്. അപ്പം ഈ സ്വർഗം, ഭൂമി, ശുദ്ധീകരണ സ്ഥലം, ഈ മൂന്നിടങ്ങളിലെയും കണക്റ്റ് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന വസ്തുതയും ഇതുതന്നെയാണ്. എന്തെന്ന് ചോദിച്ചാൽ ദൈവസ്തുതി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് ഈ മൂന്നിടങ്ങളിലും ആയിരിക്കുന്ന ആത്മാക്കളെ പരസ്പരം ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ഡി സാലസ് പുണ്യവാൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ രണ്ടിടങ്ങളിലും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ തീഷ്ണതയോടുകൂടി വിജയം കൈവരിച്ച വിശുദ്ധരുടെ ആത്മാക്കൾ സ്വർഗത്തിലിരുന്നുകൊണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മൂന്നിടങ്ങളും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തു എന്ന ഏകനാമത്തിന് മുമ്പിൽ മുട്ടുമടക്കുകയും ആ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്നൊക്കെ പറയുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ആ ഒരു വാക്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മൂന്ന് ഇടങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മൂന്നിടങ്ങളിലെ ആത്മാക്കൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എങ്ങനെയെന്നോ ക്രിസ്തുവിനെ പൊതുവായി ആരാധിക്കുന്നതിലൂടെ, ഒരുമിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്നതിലൂടെ. നമുക്ക് അതിൽ പങ്കുചേരാനായിട്ട് ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.